കടന്നു വരും. ഞാൻ പറഞ്ഞു അമ്പറത്തെ പാപ്പം കൊണ്ട് വരൂല. സുമ്മദസ്സും സാത്തുംഡില് സമ്മതം ചോദിത്തേ ദസ് സാത്ത് ഉംറിയിൽ സമ്മതം ചോദിച്ച് നോക്കിയാ മമ്പറമാല. അതുപോലെ മാലകളുടെ ഒക്കെ ഒരു സ്വഭാവം നോക്ക്. സുമ്മ ദസ് സാത്ത് ഉംറിയിൽ സമ്മ സുമ്മ സമ്മ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള അക്ഷരങ്ങൾ ചേർത്ത് മാലയൊക്കെ കോർത്ത് കണ്ടാൽ സുബ്ഹാനല്ലാഹ് നഫീസത്ത് മാലായിരുന്നാലും എത്ര ഒരു കൗതുകമുള്ള കവിതകളാണ് അതൊക്കെ. ഇന്ന് അതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ പോയി. വഹാബി ഏതായാലും അതിന്റെ ശത്രു, അവർ ദീനിന്റെയും ശത്രു, അതിരിക്കട്ടെ. പക്ഷേ നമ്മളും അത് മറന്നാൽ നമ്മൾ ഓരോ കാലത്തിന്റെ കുത്തിയൊഴുക്കിൽ നമ്മൾ പെട്ട് എന്തിലൊക്കെയോ നമ്മളുള്ളത്. വൈകുന്നേരം ആയാലും വേറെന്തൊക്കെയോ കേൾക്കാനാണ്. ദഫ് പാട്ട് എന്ന പേരിൽ ഓരോ പാട്ടുകൾ പാടുന്നുണ്ട്. അതെങ്കിലും ഈ മാലകളൊക്കെ ആയിരുന്നു ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ ചൊല്ലിയിരുന്നത്. ഞാൻ ഈ പാട്ട് മുഹജേരായതിന്റെ ശേഷം വേറെ തരാൻ പഠിച്ചത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എൻ്റെ ഉമ്മയാണ് ഈ മാലകളൊക്കെ എന്നൊക്കെ ഞായറാഴ്ചകളിലൊക്കെ ചൊല്ലാൻ വേണ്ടി നിർബന്ധിച്ച് ഞാൻ അങ്ങനെ ചൊല്ലിയത്. അങ്ങനെ മുതഅല്ലിമാകണ മുമ്പ് തന്നെ എനിക്ക് ഇതിന്റെ ഭാഗങ്ങൾ കാണാതെ അറിയും. ഞാനിത് വാള് കയറാൻ വേണ്ടി പഠിച്ചൊന്നുമല്ല. ഈ ബൈത്തൊന്നും അങ്ങനെ ഇട്ട് പഠിക്കാനും പറ്റൂല, അതൊട്ട് ഉപകരിക്കൂല്ല. അത് നമ്മൾ സ്വയം പഠിക്കുക. അപ്പൊ ആ മാലകളൊക്കെ ഇന്ന് കാലഹരണപ്പെട്ടു പോയി. നോക്ക് ആ പ്രയോഗം നോക്ക്. സുമ്മദസ്സും സാത്രും സമ്മതം ചോദിത്തേ സുമ്മദസ്സും സമ്മതം സുമ്മ സമ്മ ഇങ്ങനെ ആവർത്തനത്തിൽ കമ്പിയും കൗത്തും ഒത്തുകൊണ്ട് ഒരു വരി എടാ വഹാബി നിനക്കൊന്ന് ഉണ്ടാക്കാൻ കഴിയുമോ? ഈ മാലകളെ പരിഹസിക്കാൻ മുന്നിലാണല്ലോ. കഴിയില്ല. കവിതാരംഗത്തിനെ സുന്നികൾ കൊണ്ടുപോയിട്ടുണ്ട് പഴയ കാലത്ത്. മമ്പുറത്തെ തങ്ങൾപ്പാപ്പാന്റെ മറ്റൊരു സംഭവം ആ മാലയിൽ കാണും. അതിൽ കാണും ഇതുപോലെ പ്രയോഗങ്ങൾ, കുറേ വരികൾ അങ്ങനെയാണ്. മമ്പുറ മാല തന്നെ സാഹിത്യത്തിന്റെ ലോകമാണ്. അന്തരം ഏളും കടന്ത് ബന്ധനെ വീക്കൊത്തേ അമ്പുടെ 32 ഇമ്പമോനായി പെത്തേ. അന്തരം ഏളും കടന്ത് അന്തരം കടന്ത് ബന്ദ് അന്തരം കടന്ത് ബന്ദ് അമ്പുടെ 32 ഇമ്പമോൻ അമ്പുടെ ഇമ്പമോൻ. കണ്ടോ, ഇതൊക്കെ ഒരേ ആവർത്തന ശൈലിയാണ്. അന്തരം ആകാശം അന്തരം അന്തരം ഏളും കടന്ത് ബന്ധനെ ബീക്കൊത്തേ. ഏഴാകാശം പോയി വന്ന മുത്തുനബിയുടെ ഒത്തമോഹൻ അമ്പുടെ 32 ഇമ്പമോനായി പെത്തേ. അവിടുത്തെ 32ാമത്തെ പേരമോനാ മമ്പറന്തങ്ങൾ. അപ്പോ പിന്നെ ആ മാലയെ പറ്റി പറഞ്ഞത്, അവർ ഇവിടെ എത്തി. അളാമനോട് കുടുംബത്തോടൊക്കെ ചോദിച്ചു, എനിക്ക് ഇഷാറത്തുണ്ട് ഞാൻ മലബാറിലേക്ക് പ്രബോധനത്തിന് പോകാൻ. ആരുടെ സമ്മതപ്രകാരം വരുന്നെന്ന് നോക്കൂ. നമ്മളിലേക്ക് അയക്കുകയാണ്, നമ്മളിലേക്കാ വരുന്നത്. ഒക്കെ നേതൃത്വം കൊടുത്തത് ഉപ്പാപ്പയാണല്ലോ. ഒരു നാടിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഈ പള്ളികളൊക്കെ ഉണ്ടാക്കാൻ പ്രചോദനം, അതിനൊക്കെ എല്ലാം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും നേതൃത്വം കൊടുത്തു വരാം. അതിന്റെ അർത്ഥം അമുസ്ലിമീങ്ങൾക്ക് അവരുടെ ആചാരങ്ങളിൽ ഉപ്പാപ്പ നേതൃത്വം കൊടുത്തുന്നേറ്റം മനസ്സിലാക്കരുത്. അങ്ങനെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉപ്പാപ്പ അനാചാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, തൗഹീദിനെ വിട്ടിട്ട് ഒരു പണിക്കും ഉപ്പാപ്പ നേതൃത്വം കൊടുക്കൂല. അമുസ്ലിമീങ്ങൾക്ക് തൗഹീദിന്റെ പരിപാടിക്കെതിരെ മാത്രമല്ല, അവർക്ക് വ്യക്തിപരമായൊരു ജീവിതമുണ്ട്. നമുക്ക് വേണ്ടത് അവർക്ക് ചെയ്തു കൊടുക്കണം. നമ്മുടെ ഒരു അയൽവാസിയായ അമുസ്ലിം വിഷമിക്കുന്നെങ്കിൽ നാം അതിൽ പരിഹാരം കാണണം. അവരെ കുട്ടികളെ കെട്ടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നാം ചെയ്തു കൊടുക്കണം. അവർ വീടെടുക്കും, നമ്മളെ കൊണ്ട് കഴിയുന്നത് നാം ചെയ്യണം. അവർ ഹോസ്പിറ്റൽ കേസുകളിൽ നാം കഴിയുന്നതും ചെയ്യണം. ഇത് അള്ളാഹുവിന്റെ റസൂലായ നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചതാ. അമുസ്ലിമിനായിരുന്നാലും അങ്ങനെ നോക്കരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ചെയ്യണം. തൗഹീദിൽ നിന്നതുകൊണ്ടാണ് അല്ലാഹു തആല വിലായത്ത് ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തത്. തൗഹീദ് പഠിച്ച് കർമ്മശാസ്ത്രം പഠിച്ച് തൗഹീദും കർമ്മശാസ്ത്രവും പഠിച്ചാണ് മലബാറിലേക്ക് ഉപ്പാപ്പ വരുന്നത്. യമൻ അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയാ ഖാല റസൂലുള്ളാഹി. യമനിൽ നിന്ന് വരുന്ന വിശ്വാസങ്ങൾ, അവിടുന്ന് വരുന്ന കർമ്മശാസ്ത്രം, അതാണ് കറക്റ്റ് കർമ്മശാസ്ത്രവും വിശ്വാസവും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ നിന്നാണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ വരുന്നത്.
അബൂ മൂസൽ അശ്അരി എന്നവരുടെ മോനാ, പരമ്പരയിലെ മോന അബുൽ ഹസൻ തങ്ങൾ, അവരാണ് അശ്അരി ത്വരീഖത്ത്. ആ ത്വരീഖത്താണ് മലബാറിലുള്ളത്. അതാണ് മമ്പുറം തങ്ങൾ കൊണ്ടുവന്നത്. അതാണ് യമനിലെ ഈമാൻ. തൗഹീദിന് ഒരു പുള്ളി പോലും പേർക്കാത്ത രൂപത്തിൽ അതിന്റെ രേഖകൾ മുഴുവനും മനസ്സിലാക്കി കറക്കളഞ്ഞതായ തൗഹീദുമായി വന്നവരാ മമ്പുറം തങ്ങൾ. പാപ്പാന്റെ അടുത്തേക്ക് എല്ലാ മുസ്ലിമീങ്ങളും സങ്കടം പറയാൻ വന്നിരുന്നു. അത് ഇന്നും അങ്ങനെ തന്നെ. നമ്മുടെ നേതാക്കന്മാരരികിൽ ആരൊക്കെയാണ് വരുന്നത്? ഷെയ്ഖുന എ പി ഉസ്താദിന്റെ അരികിൽ എത്ര മുസ്ലിമീങ്ങൾ ആ സങ്കടം പറഞ്ഞു വരാറുള്ളത്. അപ്പൊ അടുത്തിനോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് റൂമിലാണുള്ളത്, അപ്പുറത്ത് കുറേ മുസ്ലിമീങ്ങളുണ്ട്, ഒരു അമുസ്ലിം സഹോദരന് ശരിക്കും നടക്കാനൊന്നും വയ്യാത്ത ഒരാൾ എങ്ങനെയോ അവിടെ എത്തിയിട്ട് കോലായിൽ എത്തിയിട്ടുണ്ട്. ഉസ്താദ് അങ്ങോട്ട് ചെന്ന് റൂമിൽ നിന്ന് തിരക്ക് പിടിച്ച ഉസ്താദ് അവിടെ ചെന്ന് അയാളെ ആശ്വസിപ്പിച്ച് അയാൾക്ക് നല്ലൊരു സംഖ്യ കൊടുത്ത് എന്നിട്ടാ ഉള്ളിലേക്ക് പോകുന്നത്. നമ്മുടെ നേതൃത്വം എന്നും എന്നും ഇങ്ങനെയാണ്. അതിൽ മത വിഭജനം നമുക്കില്ല. കാരുണ്യ പ്രവർത്തനങ്ങളിൽ അത് നമ്മൾ കാണിക്കാനും പാടില്ല. നമ്മുടെ നേതാവ് നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മുത്തുനബി അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഫീ കുല്ലി കബിദിൻ ഹർറാഅ സദഖ, ജീവത്തുടിപ്പുള്ള ആർക്കെന്ത് കൊടുത്താലും അള്ളാഹുവിന്റെ അരിയിൽ സദഖയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണം. മമ്പുറം തങ്ങൾ അങ്ങനെയായിരുന്നു. ജിഫ്രി ഹൗസ് കോഴിക്കോട് ഇന്നും അറിയപ്പെടുന്ന സിയാറത്ത് കേന്ദ്രമാണ്. എന്തെല്ലാമാണ് അവിടെ നമുക്ക് പറയാനുള്ളത്, എന്തെല്ലാമാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ടവരരികിൽ ചെന്ന് അവരെ കണ്ട് അങ്ങനെ പിന്നെ ഒരമ്മാവനുള്ളത് മമ്പുറത്താ, ഇന്നത്തെ മഖാമിന്റെ ഉള്ളിൽ വഫാത്തായതാ. അവരെ വന്ന് സിയാറത്ത് ചെയ്യാൻ വന്നു. രണ്ടാമത്തെ പരിപാടി അതാ. വന്നിട്ട് അവിടെയുള്ള ആളുകളോട് ഈ വാതിലൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഇപ്പം അവർക്ക് അറിയില്ല. മുത്തിനിൽ മീകത്ത വലിയെറിയത്തി മമ്പൂറത്തെ താമലർഹ സഞ്ജിഫീരി മാമനാറാടുത്തേ. അസഞ്ജിഫിരി തങ്ങളെ മാമനാർ അമ്മാവനായ സഞ്ജിഫിരി തങ്ങളെടുത്തെത്തി. ഉത്തമാകാമിന്റെ കീലി മുത്തൊലി ചോദിത്തേ, ഉറ്റവർ കൊടുത്തിടാത റിത്തവർ ആടുത്തേ. മക്കാമിന്റെ കീലി ചോദിച്ചു, ചാവി ചോദിച്ചു. അവരുടെ ആളുകൾ കൊടുത്തില്ല. അപ്പൊ അത് തരുന്നില്ല എന്ന് ധരിത്തപ്പോൾ, അറിഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ മക്കാമിന്റെ വാതിലിന്റെ അരികിലേക്ക് നിന്നിട്ട് കൈ കൊണ്ടൊരടി അടിക്കുന്നു. കാക്ക ഇതൊന്ന് തുറന്നു തരണം, നിങ്ങൾ തുറന്നു തരണം, നിങ്ങളെ മക്കാമല്ലേ. അപ്പൊ എന്തേ പറഞ്ഞത്? മെത്തബാബിൽ ഒന്ന് താൻ അടിത്ത സമയത്തെ ബാദൽ തന്നാലെ തുറന്ന് കവലർ പേടിത്തേ. മമ്പുറംമാലയിൽ കാണാം ഇതൊക്കെ. ആദ്യം വന്നപ്പോ തന്നെ കറാമത്ത, പിന്നെ കറാമത്തിന്റെ ഒരു ലോകമാണ് മമ്പുറം തങ്ങൾ. സുബ്ഹാനല്ലാഹ്. മലബാറിൽ ഇത്രയും കറാമത്ത് പ്രകടിപ്പിച്ചത് പിന്നെ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹിയ. വേറൊരാള് പറയാൻ നമുക്ക് കഴിയില്ല. ജീവിതം മുഴുവനും കറാമത്ത്, തമാശകളൊക്കെ കറാമത്ത്, തമാശകളൊക്കെ കാര്യം. എന്തൊരു ശൈലിയാണ്! സുബ്ഹാനല്ലാഹ്. പാപ്പന്റെ അടുത്ത് ഒരാളെ കയ്യും കെട്ടി കൊണ്ടുവന്നു. ഇയാൾക്ക് ബുദ്ധിയില്ല, പുത്തൂരുകാരനാ. പാപ്പ നല്ലപോലെ മലയാളം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പാപ്പ വെറുതെ ഒരു തമാശ വാക്ക്, പുത്തൂരിലോടിച്ചാൽ പുത്തി വരും. പുത്തി എന്ന് പറഞ്ഞാൽ ബുദ്ധി. പുത്തൂരിലോടിച്ചാൽ പുത്തി വരും. ഇവർ കൊണ്ടുപോയി പുത്തൂരിലൂടെ ഈ ഭ്രാന്തനെ ഓടിച്ചു. അയാളെ ഭ്രാന്ത് മാറി. മൗലിദിൽ കാണും അത്. വെള്ളമില്ലാത്ത കിണറിൽ മമ്പുറന്തങ്ങൾ ചെന്ന് നോക്കിയിട്ട് വെള്ളമുണ്ടാക്കിയത്, കല്ലെറിഞ്ഞ് വെള്ളമുണ്ടാക്കിയത്. എവിടുന്ന വെള്ളം വന്നത്? ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഇപ്പൊ വെള്ളം വന്നത്. ഈ വെള്ളം വരുന്നത് ഓടുന്ന അതൊന്ന് പറഞ്ഞടിക്കാം. ഇപ്പൊ പിടക്കുള്ള വെള്ളം ഉണ്ടല്ലോ, അത് എവിടുന്നായിരുന്നേ? അത് താനാള്. അവിടേക്ക് എവിടുന്ന വന്നത്?
അത് തിരൂർക്കൊഴുക വന്ന് കെടുന്ന് തിരിഞ്ഞു. അവസാന സ്ഥലത്തെത്തുമ്പോൾ അവിടുന്നാണ്ട് അള്ളാണ്ട് ഉണ്ടാക്കുകയെന്ന് പറയാൻ ബുദ്ധിയില്ലെങ്കിൽ, പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി പൊട്ടനാവും. അപ്പൊ തുടങ്ങുന്നത് അവിടെ നിന്ന് ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണം? നിന്നെ ഏൽപ്പിച്ചില്ലല്ലോ ഈ പരിപാടി. മമ്പുറം തങ്ങളെ വെള്ളം അവിടെ നിങ്ങൾ തുടങ്ങിക്കോട്ടെ. വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട്, അവിടേക്ക് എങ്ങോട്ടും എങ്ങനെ വന്നു? അവൾ ഇന്നോട്ട് അവിടേക്ക് എവിടുന്ന് വന്നു? ചോദ്യല്ലേ ഇത്? അള്ളാഹുവിന്റെ കഴിവിന്റെ വ്യാപ്തിക്ക് പരിധി വെക്കുന്നത് ഈമാനില്ലാത്തവന്റെ മനസ്സാ. കിണറിൽ വെള്ളം നിർഗളിച്ചു. മൗലിദിലുള്ളത് സുബ്ഹാനല്ലാഹ്. ആരർത്ഥം പറയും? ആർക്കും അർത്ഥം പറയാൻ കഴിയില്ല. തൈസീർ എന്നല്ല, തസീർ എന്ന. തൈസീർ എന്ന എളുപ്പാക്കുന്ന. മമ്പുറം നിങ്ങൾ കൽപ്പിച്ചാൽ ബി തൈസീരിൻ, എളുപ്പമാക്കാൻ കൽപ്പിച്ചാൽ പിന്നൊന്നുമില്ല, കഴിഞ്ഞ്. അങ്ങനെയല്ല, കൽപ്പിച്ചു എന്നതും അവിടുത്തെ കറാമത്താണ്. ബി തസീരിൻ, നടത്താൻ. മജ്നൂനിനെ ഭ്രാന്തനെ ബിഫുത്തൂർ, പുത്തൂരിയിലൂടെ ഓടിക്കാൻ പറഞ്ഞ സംഭവം അവിടുത്തെ കറാമത്താണ്. എന്താ തമാശകളൊക്കെ കാര്യമായിരുന്നു.